ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് എല്ലാവരും ആകാംക്ഷപൂർവ്വം നോക്കിയിരിക്കുകയായിരുന്നു നമ്മുടെ ശരണ്യക്ക് ഇന്ന് എന്ത് സംഭവിക്കും എന്നൊക്കെ. പക്ഷെ ആ ഒരു സീന് ഇന്ന് കാണിച്ചിട്ടില്ല. അപ്പൊ ഏകദേശം ഇന്നലെ ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നതിന് ശേഷം എന്താ നടക്കാൻ പോകുന്നത് എന്ന്. നമുക്ക് ഇന്ന് ആ സീൻ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ അതിന് പകരമായിട്ട് കുറെ നമ്മുടെ വൈജയുടെ കുറെ സീനുകൾ നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ വൈജനെ ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. വൈജയ്ക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ പോകാം. ഒരു ഹോം നേഴ്സിനെ തൽക്കാലം നിർത്തിയാൽ മാത്രം മതി. ഒരു ഹോം നേഴ്സിനെ നിർത്തുകയാണെങ്കിൽ ആ ഹോം നേഴ്സ് വൈജയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പൊ ബാലചന്ദ്രനും അത് തന്നെയായിരുന്നു താല്പര്യം. ബാലചന്ദ്രന്റെ സംസാരത്തിലും ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ നമ്മുടെ വൈജയുടെ ഡോക്ടർ വിളിക്കുകയാണ് ബാലചന്ദ്രനെയും ബാലചന്ദ്രന്റെ പെങ്ങളെയും വിളിക്കുകയാണ് വൈജയുടെ കാര്യം പറയാനായിട്ട്. അങ്ങനെ ഡോക്ടറിന്റെ റൂമിലേക്ക് ചെന്നു. ഡോക്ടറുടെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ചോദിച്ചു, വൈജയുടെ അവസ്ഥ എന്താണ്? ഇനിയിപ്പം അവൾ ഇവിടെ പ്രത്യേകിച്ച് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. അവൾ ഇവിടെ പ്രത്യേകിച്ച് നിർത്തിയിട്ട് പേഷ്യന്റിനെ ഇവിടെ പ്രത്യേകിച്ച് നിർത്തിയിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം മെഡിസിൻ മാത്രം എടുക്കുന്നതേ ഉള്ളൂ. ബാക്കി ട്രീറ്റ്മെന്റുകളൊക്കെ തീർന്നതാണ്. പക്ഷേ രോഗിക്ക് ഇവിടെ നിന്ന് പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് നിർബന്ധിച്ച് പറഞ്ഞയക്കാൻ പറ്റില്ലല്ലോ. മാത്രമല്ല രോഗി ഭേദമായെന്ന് പറയണം. ഇപ്പം ഡോക്ടർ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് കുറവായെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഡോക്ടർ ഡിസ്ചാർജ് എഴുതി തരത്തുള്ളൂ. പക്ഷെ വൈജ പറഞ്ഞിരിക്കുന്നത് എന്റെ കാലിന് എല്ലാ, അതായത് നടക്കാറാകുന്നത് എപ്പോഴാണോ അപ്പോഴെനിക്ക് ഇവിടുന്ന് പോയാൽ മതി ഡോക്ടറെ എന്നാണ് വൈജ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബില്ലുകളും അടയ്ക്കാനും അതുപോലെ റൂമിന്റെ ചാർജ്, നേഴ്സിന്റെ ഫീസ്, ഡോക്ടർ ഫീസ്, അങ്ങനെ എന്ത് ബില്ല് അടയ്ക്കാനും തയ്യാറായിട്ടാണ് അയാൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഈ നിർബന്ധിച്ച് പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പൊ ഞങ്ങളുടെ ഇതിന് അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇപ്പം പേഷ്യന്റിന് ഇവിടെയാണ് കംഫർട്ടെങ്കിൽ ഓക്കെ, ഇവിടെ നിർത്താൻ തന്നെയാണ് ഞങ്ങൾക്കും അതിനല്ലേ പറ്റത്തുള്ളൂ. പേഷ്യന്റ് അല്ലേ തീരുമാനിക്കണ്ടേ. ഇപ്പം ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പേഷ്യന്റിന് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, അതെ വൈജനോട് പറഞ്ഞായിരുന്നു, സാറിന് അറിയാലോ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനും കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ട് വേറൊരു വീട് തേടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ കുടുംബകാരിയല്ലേ, അതിലൊന്നും ഞാൻ കൈ കടത്താൻ വരുന്നില്ല. പക്ഷെ പേഷ്യന്റിന് ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഇവിടുന്ന് നിർബന്ധിച്ച് വിടാന് സാധ്യമല്ല. അപ്പം ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ബാലചന്ദ്രൻ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഡോക്ടർ അവക്ക്, അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ഇരുന്നതാണ്, എന്റെ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ അവളെ കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ അവള് വരാൻ കൂട്ടാക്കുന്നില്ല, അപ്പൊ പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എന്നിങ്ങനെ പറയാണ്. അപ്പൊ പറഞ്ഞു, അപ്പൊ വേറൊന്നും അല്ല ബാലചന്ദ്രന് പറയാനുള്ളത്, ഇവിടെ നിർത്തണമെങ്കിലും ഒരാൾ തന്നെയായിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നേഴ്സുമാര് തന്നെയായിട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ, എപ്പോഴും ഒരാൾ കൂടത്തിൽ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്റെ പെങ്ങൾക്ക് വന്ന് നിൽക്കാനായിട്ട് പറ്റും. ഇതിപ്പോ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരു പരിധിയില്ല, മടുത്തു പോകില്ല ഒരു മനുഷ്യന് ഇങ്ങനെ കൂട്ടുവന്നിരിക്കുമ്പം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് അവളോട് വരാനായിട്ട്. പക്ഷെ അവളുടെ ആ ഒരു പിടിവാശി കാരണം തന്നെ അവളിപ്പം ഈ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കാൻ തന്നെ കാരണം. പിന്നെ കഴിഞ്ഞു പോയ കഥകളൊന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. അതിപ്പം ഡോക്ടറോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഏതായാലും പേഷ്യന്റിന്റെ ഇഷ്ടമാണല്ലോ നിങ്ങൾ നോക്കുന്നത്. അവൾക്ക് ഇവിടെയാണ് നിൽക്കാൻ താല്പര്യമെങ്കിൽ ഓക്കെ, അവൾ ഇവിടെ നിൽക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവളാണ് ബില്ലടയ്ക്കുന്നത്, അവളാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. എന്ന് അവൾക്ക് പോകാൻ തോന്നുന്നു അന്ന് നിങ്ങൾ ഡിസ്ചാർജ് ആക്കിക്കോ എന്ന് തന്നെ ബാലചന്ദ്രനും പറഞ്ഞു കേട്ടോ. ഏതായാലും ഡോക്ടറോടൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ബാലചന്ദ്രൻ വെളിയിലേക്ക് ഇറങ്ങി വൈജയുടെ റൂമിലേക്ക് വന്നു. അപ്പൊ വൈജയ്ക്ക് അറിയാലോ ഡോക്ടർ ഇതൊക്കെ ആയിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ വൈജ വന്ന ഉടനെ തന്നെ ബാലചന്ദ്രനോട് ചോദിച്ചു, അല്ല എന്താ പറ്റിയത്, നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലല്ലേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ എന്ത് വിചാരിക്കാനാ, എനിക്ക് പ്രത്യേകിച്ച് വിചാരിക്കാനൊന്നുമില്ല, നീ വന്നില്ലേ വരണ്ട, അത്ര തന്നെ. നീ വേറെ വീടെടുത്ത് പോവുകയാണെങ്കിൽ നീ വേറെ വീടെടുത്ത് പോകും, പക്ഷെ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, നീ അത് വിചാരിക്കണ്ട. കാരണം അലീനയെ പറഞ്ഞു വിട്ടിട്ട് ബാലചന്ദ്രന്റെ നെട്ടുപുരയ്ക്കൽ വീട്ടിലേക്ക് നിനക്ക് കയറി വരണം എന്ന് വാശി പിടിക്കുന്നത്, അത് ഈ ബാലചന്ദ്രനും ഒരു വാശിയുണ്ട്. ബാലചന്ദ്രനും വീറും തന്റെ ഇടവും ഒക്കെ ആയിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ സ്നേഹത്തിന്റെ മുമ്പിൽ നിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ പലതവണ പതറിപ്പോയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നീ പറയുന്നത് കേട്ട് എല്ലാം മിണ്ടാതെ
എല്ലാം അനുസരിച്ച് നീ വരച്ച വരയിൽ നിന്നൊരു ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ആ ബാലചന്ദ്രനെ തിരിച്ച് നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആർക്ക് വേണം ആ ബാലചന്ദ്രനെ? എനിക്ക് ആ ബാലചന്ദ്രനെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സിന് കൊടുക്കുക. അതാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതേ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ആ ബാലചന്ദ്രനെ അടുത്ത് വരാനോ ബാലചന്ദ്രന്റെ ഭാര്യയായിട്ട് നിൽക്കാനോ ഒന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാന് സമ്മതത്തോടു കൂടിയാണോ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കുറെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ വന്നത് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങൾക്ക് നാട്ടിൽ വേറെ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്റെ പുറകെ നടന്നല്ല, നിങ്ങളുടെ പുറകെ ഞാൻ നടന്നതല്ല. അത് നിങ്ങൾ വിചാരിച്ചോ? ഒരു അബദ്ധം പറ്റിപ്പോയി. അതിനി ഇപ്പൊ ഞാൻ ഏതായാലും എന്റെ ജീവിതത്തിന്റെ ഉടനീളം നിങ്ങളെ ചുമക്കാന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്റെ മക്കളെ ഓർത്തിട്ടാണ് ഞാൻ എല്ലാത്തിനും ക്ഷമിക്കാം. അലീനി അവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുപോലും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ വേണ്ട, ഈ ബന്ധം ഇവട്ടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. വൈജയ്ക്ക് തന്നെ ജീവിക്കാനുള്ള തന്റെ ഇടമുണ്ട്. വൈജയ്ക്ക് ഒരു ജോലിയുണ്ട്. വൈജനെ ആരും എവിടെ ചെന്നാലും ഇറക്കി വിടാൻ പോകുന്നില്ല. വൈജയ്ക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു ഫ്ലാറ്റ് മേടിച്ച് മാറാനുള്ള എല്ലാ കഴിവും വൈജയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്താ പറ്റിയത്? നീ ഫ്ലാറ്റ് മേടിക്കായിരുന്നത്? നിനക്ക് ഫ്ലാറ്റ് മേടിച്ചങ്ങ് മാറത്തില്ലായിരുന്നു? വൈജ, നീ അഹങ്കരിക്കരുത്. ഇപ്പൊ നീ കിടക്കുന്നത് കണ്ടോ? ഒരാളുടെ പരസഹായമില്ലാതെ നിനക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിനക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? നിനക്ക് നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പരസഹായം ഇല്ലാതെ പറ്റുമോ? ഒരു അവസ്ഥയിൽ വീണ്ടും ഇങ്ങനെ വന്നു പോയിട്ടുണ്ട്, നീ എന്ത് ചെയ്യും? ആര് നിന്നെ നോക്കും? പിന്നെ നീ പറയുന്നുണ്ടല്ലോ നീ ഇവിടെ നിൽക്കുന്നുണ്ട്, നേഴ്സുമാര് നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ബാലചന്ദ്രന്റെ കനി കൊണ്ട് നിനക്ക് നിന്റെ ആങ്ങളമാരോ നിന്റെ ബന്ധുക്കളോ ഒന്നുമല്ല നിന്നെ നോക്കുന്നത്. ഞാൻ വന്ന എന്റെ പെങ്ങളാ നിന്നെ നോക്കുന്നതെന്ന്. ഈ ഒരു കാര്യത്തിന് നമ്മുടെ വൈജയ്ക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം വേറെ ആരുമല്ല, നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷെ ബാലചന്ദ്രന്റെ പെങ്ങള് പറയുന്നുണ്ട്, വേണ്ട ബാലേട്ടാ, കണക്കുകളൊന്നും പറയണ്ട. ഒരു രോഗീനെ നോക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന പുണ്യം എനിക്ക് തന്നെ കിട്ടും. അതിന് ഞാന് ബാലേട്ടനോട് കണക്ക് പറഞ്ഞു ഇല്ലല്ലോ. ഇപ്പം ഏടത്തി എത്ര ദിവസം ഇവിടെ കിടക്കുവാണോ, എനിക്ക് പറ്റാവുന്ന നാളും ഞാൻ ഏടത്തിനെ നോക്കും. അത് എന്റെ കടമയാണെന്ന് ഏട്ടൻ കൂട്ടിയാ മതി, ബാലേട്ടൻ കൂട്ടിയാ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇങ്ങനെ ഒരു പെങ്ങളുള്ളത് നന്നായി, ഇല്ലെങ്കിൽ നമ്മുടെ വൈജ എന്ത് ചെയ്തേനെ. അപ്പൊ ഈ സീൻ കഴിഞ്ഞൊക്കെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രോഹിത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം കുറെ കൂട്ടുകാരന്മാരുണ്ട്, മുടിയും താടിയൊക്കെ വളർത്തി കുറെ കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്ന കുറെ കൂട്ടുകാരന്മാരുണ്ട് ഹരിയുടെ. ആദ്യമായിട്ടാണ് നമ്മുടെ രോഹിത് അവരെ കാണുന്നത്. അങ്ങനെ രോഹിത് അകത്ത് കയറി ചെന്ന് ഓരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുകയാണ്. പക്ഷെ രോഹിത്തിന് ആ വീട്ടിൽ വന്നപ്പം ഒരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രോഹിത് മൊത്തം ചുറ്റുപാടൊക്കെ നോക്കുന്നുണ്ട്. ആകപ്പാടെ ഒരു പേടി പരിഭ്രമം ഒക്കെ ഉണ്ട്. കാരണം രോഹിത്തിന് ഇതൊക്കെ ആദ്യമായിട്ടാണ്. രോഹിത് ഇതുവരെ ഇങ്ങനെ ഉള്ള ഒരു പരിപാടിക്കൊന്നും ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. രോഹിത്തിനും കാമുകിയുണ്ട്. പക്ഷെ രോഹിത് അവളെ സ്നേഹിക്കുന്നത് തന്റെ മനസ്സ് കൊടുത്തു തന്നെയാണ്. അപ്പം അവരുടെ ആ ഒരു സ്നേഹം അതുപോലെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഹരി കാണിക്കുന്ന പോലെ ഒന്നും രോഹിത് ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷെ ഹരി കൊണ്ടുപോകുന്നത് വലിയൊരു കുഴിയിലേക്കുമാണ്. അപ്പൊ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹരിയും ശരണ്യയും കൂടെ വരുന്നുണ്ട്. അപ്പൊ ശരണ്യ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ശരണ്യ പറയുന്നുണ്ട്, ഇത് എവിടെയാ സ്ഥലം ഹരി? ഇതിപ്പം ഞാൻ എനിക്ക് യാതൊരു പരിചയമില്ല, ഇത് കാട്ടിനകത്താണ് ഇവർ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഇത് അങ്ങനത്തെ ഒരു ഏരിയ ആണ്, അവർക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ട് വീട് വെച്ചത്. ഏതായാലും നല്ല രസമാണ്. അവിടെ പോയി കഴിയുമ്പോഴേ നിനക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ കാട്ടിന്റെ അകത്തൂടെയൊക്കെ, ഇത് കാട്ടിന്റെ അകത്തൂടെയാണ്, വീടുകളൊക്കെ ഉള്ള ഏരിയ ആണെങ്കിലും ഒരു എന്താ പറയുക, ഒരു മുരട് പിടിച്ചൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കുറച്ച് കോള കുടിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോള മേടിച്ചായിരുന്നല്ലോ, ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കോള എടുത്ത് കോളയിൽ എന്തോ സാധനമൊക്കെ ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ശരണ്യക്ക് കൊടുക്കുന്നത്. അപ്പൊ ശരണ്യ കോള കുടിക്കുന്നുണ്ട്. ശരണ്യ കുറച്ച് മാത്രമേ കുടിച്ചോളൂ, എനിക്കിതൊന്നും വലിയ ശീലമില്ല, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് കോള ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു കമ്പനിക്ക് കുടിക്കും ശരണ്യ എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു ശകലം സംഭവമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ തന്നെ ശരണ്യക്ക് ഒരുമാതിരി ചെറിയൊരു കിറുക്കം വന്നു തുടങ്ങി കേട്ടോ. എന്നിട്ടും ശരണ്യ ഇത് കാര്യമാക്കിയില്ല. ഒരു മയക്കം, ഒരു ചെറിയൊരു രീതിയിൽ മയക്കം പോലെ വന്നു തുടങ്ങി. അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് വാ ശരണ്യെ കയറി വാ എന്ന് പറയണം. അപ്പം ആകെപ്പാടെ മൊത്തം ശരണ്യ ചുറ്റുപാടും എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ശരണ്യ നോക്കുമ്പോഴും അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. അങ്ങനെ ഹരി അകത്തേക്ക് കയറി വന്നും പറഞ്ഞ് ആ വീട്ടിന്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോ തന്നെ കുറെ കൂട്ടുകാരുണ്ട്. ആദ്യം അവന്മാരെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോഴും ശരണ്യക്ക് വേറൊന്നും തോന്നുന്നില്ല. എന്നിട്ട് ശരണ്യ ചുറ്റും നോക്കിയിട്ടല്ല, ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ എന്തെന്ന് വെച്ചപ്പോ അവരപ്പുറം ഉണ്ട് എന്ന് പറയുന്നതും
ഏകദേശം നമ്മുടെ ശരണ്യക്ക് ഈ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹരി. അപ്പോഴത്തേക്കും തന്നെ ശരണ്യയുടെ പകുതി ആ ഒരു ബോധം പോകുന്നില്ല, എങ്കിലും ആ ഒരു കിറിഞ്ഞ ഒരു അവസ്ഥയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരിക, അറിയില്ല എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊന്നും സാരമില്ല, ഇവിടെ ബെഡ്റൂം ഉണ്ടല്ലോ, ഇവിടെ പോയി കിടന്നാൽ മതിയല്ലോ, അതിനിപ്പോ എന്താ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്നൊക്കെ ഒന്നും അറിയാതെ ഹരി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് പറ്റില്ല ഹരി, എനിക്ക് ഒട്ടും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് തോളിലേക്ക് ഇങ്ങനെ ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ ഹരിയുടെ തോളിലേക്ക് ആയി പോവാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് ഭയങ്കരമായിട്ടും വിയർത്ത് വിളറി നിൽക്കുന്ന നമ്മുടെ രോഹിത് അവിടെ നിപ്പുണ്ട്. അപ്പം ഈ സമയത്ത് ഹരി നേരെ കൊണ്ടുപോയി ബെഡിൽ കിടത്തുക. ശരണേനെ ബെഡിൽ കിടത്തിയിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഓക്കെ അവന്മാരോട് ഓക്കെ ആന്നും പറഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ ഓക്കെ ആന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ ഇത് വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുകയുള്ളൂ, എന്താടാ ഇത്, എനിക്ക് ആകെപ്പാടെ പേടിയാകുക ഹരി എന്ന് പറയുമ്പോ, നീ എന്തിനാ രോഹിത്, നീ സമാധാനമായിട്ടിരിക്കുക, ദേ ഇതൊക്കെ ഒരു ട്രിക്കാന്നേ, ഇതുപോലെ എത്ര പേരെ എത്ര എണ്ണത്തിന്, നിനക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ ദേ ഇന്നു മുതൽ നിന്നെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത്തിനോട് പറയുന്നു. എപ്പോഴും രോഹിത്തിന് ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രോഹിത്തിന് അതൊന്നും ശീലമല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ രോഹിത്ത് ആ പെങ്കൊച്ചിന്റെ അടുത്ത് പോവുകയോ ആ പെങ്കൊച്ചിനെ ഒന്നും ചെയ്യുകയോ ചെയ്യുന്നില്ല, അതിന് രോഹിത്തിന് സാധിക്കുന്നില്ല. കാരണം ഇവന്മാര് 3-4 പേര് കൂടി ആ പെങ്കൊച്ചിനെ എന്തൊക്കെയോ ഇട്ട് അവിടെ ചെയ്യുന്നത് ആ ഒരു ചെറിയൊരു ഗ്ലാസ്സിലൂടെ നമ്മുടെ രോഹിത്ത് കാണുകയാണ്. രോഹിത്തിന് ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ രോഹിത്ത് അവിടെ ചെവിയിലൊക്കെ ഇങ്ങനെ, അതായത് ആ പെങ്കൊച്ചിന്റെ ഒച്ച സഹിതം കേൾക്കാലോ, മാത്രമല്ല ഒരാള് മറ്റു ആണേലും കുഴപ്പമില്ല, ഇതിപ്പോ ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ആ പെണ്ണിനെ എന്നെ കാണിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. നമ്മൾ ഈ ഒരു മൂവി കാണുന്ന ഒരു ചെറിയതുപോലെ തന്നെയൊക്കെ അവർ ആ ഒരു സ്ക്രീനില് മഞ്ഞൊരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. സത്യമായിട്ട് നമുക്ക് കഷ്ടം തോന്നും കാണുമ്പോൾ, ആ ഒരു അവസ്ഥയാണ്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളുടെ കുറെ ഫോട്ടോസും എടുത്തു വെച്ചിട്ട് അവളോട് പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഇത് നീ ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ കാണിക്കും, ഇതെല്ലാം ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് കുറെ അവന്മാരുടെ കൂടെ അവളുടെ അടുത്ത് ഇരിക്കുന്നതും കിടക്കുന്നതുമായിട്ടുള്ള കുറെ ഫോട്ടോസ് ഒക്കെ ഹരി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഏതായാലും ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അതിനിടയ്ക്ക് നമ്മുടെ അലീനയെ കാണിക്കുന്നുണ്ട്. അലീന ബാലചന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ, അച്ഛാ രോഹിത്തിനെ ഒന്ന് ശ്രദ്ധിച്ചോണം, രോഹിത് എവിടെയാ പോയതെന്ന് ഒന്ന് അന്വേഷിക്കണം, ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛൻ പോയായിരുന്നു എന്ന് ചോദിച്ചപ്പോ, അയ്യോ മോളെ ഞാനതങ്ങ് വിട്ടുപോയി, ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലെ കേസ് ഒരു വല്ലാത്ത പ്രശ്നം തന്നെയാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഒന്ന് പോയി നോക്കച്ച, അവൻ എവിടെയാ പോയത് എന്നൊന്ന് പോയി നോക്കണം എന്നിങ്ങനെ നമ്മുടെ അലീന ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് നമ്മുടെ ബാലചന്ദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ രോഹിത് എവിടെയാണെന്ന് അറിയാൻ അന്വേഷിച്ച് ചെല്ലുന്നതും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടുന്നതും ഇതിനോടൊപ്പം തന്നെ ആ പരിസരവാസികളൊക്കെ കൂടെ ചേർന്ന്, അതായത് കുറച്ചു പേർക്ക് മനസ്സിലാവൂല്ലോ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്, ഒരു പെണ്ണിനെയായിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പൊ അതായിരിക്കാം ഏതോ ഒരു പരിസരവാസിയൊക്കെ ചേർന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് അവിടെ വരികയും ചെയ്യുന്നത്. രോഹിത് ബാക്കിയുള്ളവന്മാരെല്ലാം ആ ഒരു സമയത്ത് രക്ഷപ്പെട്ടു പോകുമായിരിക്കും. രോഹിത്താണ് ലാസ്റ്റ് കുടുങ്ങാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കി, ഒന്നും ചെയ്യാത്ത രോഹിത് അവിടെ പ്രതിയാകുകയാണ്. അപ്പൊ ഏതായാലും രോഹിത്തിനെ പോലീസ് കൊണ്ടുപോകും. ബാലചന്ദ്രൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, നിന്റെ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചോ, നീ പോകുന്നത് ലാസ്റ്റ് നീ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരുമെന്ന് ബാലചന്ദ്രൻ ഒരു ദിവസം പറഞ്ഞായിരുന്നു. അതേതായാലും സത്യമാകാൻ പോവുകയാണ്. ഏതായാലും അലീനയുടെ ഇനി അങ്ങോട്ട് അലീനയുടെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഹരീനെ പെടുത്തുകയും ഹരിയാണ് ഇതിലെ മുഖ്യ പ്രതി എന്ന് അറിയുകയും നമ്മുടെ രോഹിത്തിനെ റിലീസ് ചെയ്യാൻ വേണ്ടി അലീന തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കി നടക്കുകയും തെളിവ് സഹിതം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും വലിയൊരു കടപ്പാട് തന്നെ അലീനയോട് നമ്മുടെ രോഹിത്തിന് ഉണ്ടാകേണ്ടി വരും. ഏതായാലും രോഹിത്തിന് മനസ്സിലാവും അലീന ആരാണെന്നുള്ളത് സത്യം. അതൊക്കെ ഏതായാലും ഇപ്പം പുറകെയൊക്കെ വരുവുള്ളൂ, ചിലപ്പോ 1-2 ഒക്കെ എടുക്കുമായിരിക്കുവേ. ഇതിനിടയിൽ നമ്മുടെ കൃഷ്ണമോള് വീട്ടിലെത്തുന്നുണ്ട്. അപ്പൊ കൃഷ്ണമോള് വീട്ടിലെത്തിയിട്ട് ഇതുവരെ രോഹിത്തേട്ടനെ ബബിതയും വീട്ടിലെത്തുന്നുണ്ട്, രോഹിത്തിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന ആ ഒരു അന്വേഷണം വരുന്നുണ്ട്. ഏതായാലും അലീന പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു, പക്ഷെ ബാലചന്ദ്രൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെല്ലുന്നതാണോ എന്ന് അറിയില്ല കേട്ടോ. ബാലചന്ദ്രൻ തേടി പിടിച്ച് ചെന്നെത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ പോലീസ് എത്തുകയും നമ്മുടെ രോഹിത്തിനെ സഹിതം കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സീനും കൂടെ ഉണ്ട്. ഏതായാലും ബാലചന്ദ്രൻ അതിനു മുമ്പ് എത്തുമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ രോഹിത്തിനെ ഹരീനൊക്കെ രക്ഷിച്ചേനെ. ഹരീനെ രക്ഷിക്കാനേ പാടില്ല, ഹരിയെ ഒരിക്കലും രക്ഷിക്കരുത്. ഹരി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം.
ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും കയറി വരണേ. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ പുതിയൊരു ഓപ്ഷനുകളുടെ ഹൈപ്പും കൂടെ മാക്സിമം എല്ലാവരും നമുക്ക് ഹൈപ്പും കൂടെ തരാൻ വേണ്ടി നോക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ.